ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നൈറ്റ് ടൈം ക്ലീനിങ് റൊട്ടീനുമായിട്ടാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നത് ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴാണ് അല്ലേ. അപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് കാണും, പക്ഷേ ഇവയൊക്കെ എല്ലാം ഹെൽത്തി അല്ല. അപ്പം അതിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ളത് നോക്കി എന്നാലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അവർക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഇനി ഹോളിഡേയ്സ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അവർ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വന്ന് ചായ കുടിക്കുന്ന സമയത്ത് നമ്മളും അവരോടൊപ്പം ഇരുന്ന് ചായ കുടിച്ച് അവരോടൊക്കെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക. പിന്നെ മിക്ക കുട്ടികൾക്കും 4 മണിക്ക് ശേഷം ട്യൂഷനുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ പിന്നീട് അവർ ട്യൂഷൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ ചായക്കടി ഉണ്ടാക്കാനായിട്ട് എടുത്ത പാത്രങ്ങളൊക്കെ അപ്പം തന്നെ വാഷ് ചെയ്ത് നീറ്റായിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു 10 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്ത് വെച്ച് പാത്രങ്ങൾ വേഗം കഴുകി വെക്കുക. പിന്നീട് അടുത്ത 10 മിനിറ്റ്സ് വീണ്ടും ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ 10 മിനിറ്റ്സ് ഓരോ റൂമിലും അതാ സ്ഥാനം തെറ്റി കിടക്കുന്ന വസ്തുക്കൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് വെക്കുന്നവയുണ്ടാകും, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കി അടുക്കിപ്പെറുക്കി വെക്കുക. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ആ കാര്യം മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാനാണ് മടിയുണ്ടാവുക. പക്ഷെ അത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയും ക്ലീനിങ് മൊത്തത്തിൽ ചെയ്യാനായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും മടി കൂടാതെ ഒന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അകത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഗാർഡനൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഗാർഡനിൽ ചപ്പ് ചവറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ മക്കള് ട്യൂഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തും. ആ സമയത്ത് ചിലപ്പോൾ അവർ കുറച്ച് സമയം ടിവിയുടെ മുമ്പിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവരുടെ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കുക. അന്ന് അലക്കിയിട്ട് ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സ് മടക്കി വെപ്പിക്കുക. അതുപോലെ തന്നെ സിങ്ക്, മിററൊക്കെ ഓരോ ദിവസം ഇടവിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. അതുപോലെ ബാത്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് വൈപ്പ് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈവനിങ് കുട്ടികളുടെ പഠനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം നമ്മുടെ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും നമുക്ക് പാത്രങ്ങൾ കഴുകാനായിട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് എന്തായാലും അധിക പാത്രങ്ങൾ കഴുകൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും അവരവർ കഴിച്ച പാത്രങ്ങൾ അവരവരെ കൊണ്ട് തന്നെ കഴുകിപ്പിച്ച് ശീലിപ്പിക്കുക. ഇപ്പൊ മുതിർന്നവരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികളുണ്ടല്ലോ അവരെ കൊണ്ട് കൃത്യമായിട്ട് ആ ശീലം ഉണ്ടാക്കിയെടുക്കുക. അവരവർ കഴിക്കുന്ന പാത്രങ്ങൾ അവരവർ തന്നെ കഴുകി വെക്കാനായിട്ട് ശീലിപ്പിക്കുക. പിന്നീട് നമുക്ക് അധികമായി പാത്രങ്ങളൊക്കെ കഴുകാനുള്ളപ്പോൾ ഗ്ലൗസ് ഇട്ട് പാത്രം കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ ഗ്ലൗസ് ഇട്ട് പാത്രം കഴുകുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും പിന്നീട് അത് ശീലമായിട്ട് മാറും. എന്താന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന പ്രില്ലായാലും അതുപോലെ വിമ്മ എക്സോ ഇവയൊക്കെ ആയാലും കെമിക്കൽസ് ആണ്, അത് നമ്മുടെ കൈക്ക് ഡാമേജ് ഉണ്ടാക്കും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് പാത്രങ്ങൾ തേച്ചു കഴുകുക. പിന്നെ ഈ പാത്രം കഴുകൽ എന്ന് പറയുന്ന ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മടുപ്പ് ഉണ്ടാക്കുന്ന ജോലിയാണ്. അപ്പൊ ജസ്റ്റ് അടുക്കളയിൽ ഒരു പാട്ടൊക്കെ വെച്ച് പാത്രം കഴുകുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ അറിയാതെ കൂടുതൽ ജോലി ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ സ്റ്റൗവ്, സിങ്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ പാത്രം കഴുകുന്ന പ്രില്ലും അതുപോലെ ബേക്കിംഗ് സോഡ മിക്സും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല വെട്ടിത്തിളങ്ങാനായിട്ട് സഹായിക്കും. അപ്പൊ ഇത് ഉപയോഗിച്ച് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മൾ സിങ്ക് വാഷ് ചെയ്യാനായിട്ട് പ്രത്യേകം ഒരു സ്ക്രബ്ബർ തന്നെ ഉപയോഗിക്കുക. അതുപയോഗിച്ച് നമുക്ക് സ്റ്റൗവും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വൈപ്പ് ചെയ്യുക. അതോടൊപ്പം ഫ്രിഡ്ജിന്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് തുടച്ചിടുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോഴും പാത്രം കഴുകുന്ന സമയത്തും ഒക്കെ ഏപ്രിൻ ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ ഡ്രസ്സ് വേഗം ചീത്തയാവാതിരിക്കാനായിട്ട് ഏപ്രിൻ സഹായിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റഡി ടേബിൾ കുട്ടികളെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിക്കുക. അതുപോലെ അവരുടെ ഡ്രസ്സുകൾ അവരെ കൊണ്ട് തന്നെ മടക്കി വെപ്പിച്ച് ശീലിപ്പിക്കുക.
പിന്നെ ലാസ്റ്റ് ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടമ്മമാർക്കുള്ളത് അന്നത്തെ വാഷ് ചെയ്ത തുണികൾ മടക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉണങ്ങി കിട്ടുന്ന തുണികൾ അപ്പോൾ തന്നെ മടക്കി വെച്ച് കഴിഞ്ഞാൽ കുറേയധികം ജോലി ഒഴിവായി കിട്ടും. അല്ലെങ്കിൽ കുറെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഒരു മടിയാവും മടക്കി വെക്കാനായിട്ട്. പിന്നെ കിടക്കുന്നതിന് മുമ്പായിട്ട് നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. ഇപ്പൊ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങേണ്ടത് എന്നൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. പിന്നെ പറയാനുള്ളത്, ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഒന്ന് മീൽസ് ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. തിങ്കളാഴ്ച എന്തുണ്ടാക്കണം, ചൊവ്വാഴ്ച എന്തുണ്ടാക്കണം, ബുധനാഴ്ച എന്തുണ്ടാക്കണം, അങ്ങനെ. അപ്പൊ ലഞ്ചിന് എന്താണ്, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കണം എന്നൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ജോലി കുറച്ച് എളുപ്പമാക്കി തീർക്കാനും അതുപോലെ തന്നെ സമയം ലാഭിക്കാനും സഹായിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം ലാഭിക്കാൻ ചെയ്യാൻ കഴിയുന്നത് തലേ ദിവസം തന്നെ ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരകി വെക്കുക. വെറുതെ TV കാണുന്ന സമയത്ത് ചെറിയ ഉള്ളി പൊളിച്ചു വെക്കുക, അതുപോലെ വെളുത്തുള്ളി പൊളിച്ചു വെക്കുക, ഇഞ്ചി പേസ്റ്റ് ആക്കി വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് നമ്മുടെ ജോലി എളുപ്പമാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ഡെയിലി റൊട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ടൈം ലാഭിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.